ബാർ കോഴക്കേസിൽ കെ.എം. മാണിക്കെതിരായ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി കേസ് അട്ടിമറിച്ചെന്ന SP ആർ സുകേശന്റെ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ ഉത്തരവ്. എന്നാൽ കേസിൽ ഇടപെട്ടിട്ടില്ലെന്ന് ശങ്കർ റെഡ്ഡി പ്രതികരിച്ചു. തുടരന്വേഷണത്തിന്റെ ചുമതല വിജിലൻസ് DYSP നജ്മൽ ഹസനായിരിക്കും. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വിജിലൻസ് SP ആർ സുകേശന്റെ പുതിയ വെളിപ്പെടുത്തൽ പരിഗണിച്ചാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന N. ശങ്കർ റെഡ്ഡി കേസ് അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് സുകേശൻ കോടതിയെ നേരിട്ട് സമീപിച്ചത്. ശങ്കർ റെഡ്ഡി ഇടപെട്ട് കേസ് ഡയറിയിൽ നിർബന്ധിച്ച് കൃത്രിമം കാണിച്ചു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായുള്ള രണ്ടാമത്തെ വസ്തുത റിപ്പോർട്ട് ശങ്കർ റെഡ്ഡി അംഗീകരിച്ചില്ലെന്നും സുകേശൻ ഹർജിയിൽ പറഞ്ഞിരുന്നു. അന്വേഷണം കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നുൾപ്പെടെയുള്ള സുകേഷിന്റെ വെളിപ്പെടുത്തലും പരിഗണിച്ച ശേഷമാണ് വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി A. ബദറുദ്ദീൻ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തുകൊണ്ടുവരണമെന്ന് കോടതി നിരീക്ഷിച്ചു. നശിപ്പിക്കപ്പെട്ട തെളിവുകൾ പുറത്തുവരണമെന്നും തുടരന്വേഷണ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിന്മേൽ വിധി പറയാനിരിക്കെയാണ് സുകേഷിന്റെ ഹർജി പരിഗണിച്ചുള്ള കോടതി ഉത്തരവ്. കേസിൽ പുതിയ തെളിവ് ലഭിച്ചാൽ വീണ്ടും അന്വേഷണം നടത്താമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ പുതിയ തെളിവുകൾ പരാതിക്കാർ ഇതുവരെ നൽകിയിരുന്നില്ല. ഇതിനിടെയാണ് സുകേശൻ വെളിപ്പെടുത്തലുമായി കോടതിയെ സമീപിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. കേസിൽ ഇടപെട്ടിട്ടില്ലെന്നും സുകേഷിനാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതെന്നും ശങ്കർ റെഡ്ഡി പ്രതികരിച്ചു. തുടരന്വേഷണത്തിന്റെ ചുമതല വിജിലൻസ് DYSP നജ്മൽ ഹസനായിരിക്കുമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ഇനിയുള്ള അന്വേഷണം സുകേശനായിരിക്കില്ല. സുകേശൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് M നേതാവ് ശ്രീ ജോസഫും പുതുശ്ശേരി, ബാർ ഉടമ ഡോക്ടർ ബിജു രമേശ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്.